നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ സെക്കൻഡ് മോഡ്യൂൾ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് യൂണിറ്റ്സും അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലുള്ള ട്രീറ്റ്മെന്റ് യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ആയ എയറേഷൻ, നമ്മൾ എയറേഷനെ കുറിച്ച് പറഞ്ഞു, ടൈപ്സ് ഓഫ് എയറേഷൻ നോക്കി. പിന്നെ അതുപോലെ സെഡിമെന്റേഷൻ ടാങ്കിനെ കുറിച്ച് പറഞ്ഞു. സെഡിമെന്റേഷൻ ടാങ്കിന്റെ ഡിസൈൻ നോക്കി അല്ലേ. പിന്നെ സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ, അതായത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് whose density is less than that of water അവരെന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യില്ല അല്ലേ. അങ്ങനത്തെ പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൊയാഗുലന്റ് ആഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കൊയാഗുലന്റ്, ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കൊയാഗുലന്റ് ഏതാണ്? ആലം അല്ലെ. അപ്പൊ ആലം ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ന്യൂട്രലൈസ് ചെയ്യും, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ന്യൂട്രൽ ആക്കും. നമ്മുടെ പോസിറ്റീവ് ചാർജ് ആയ കൊയാഗുലന്റ് ആഡ് ചെയ്ത് അവരെ ന്യൂട്രൽ ആക്കി താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പൊ അതാണ് സെഡിമെന്റേഷൻ വിത്ത് കൊയാഗുലേഷൻ. അപ്പൊ അത് നമ്മൾ നോക്കി. പിന്നെ അതുപോലെ ആ ഒരു യൂണിറ്റിൽ നിന്ന് പിന്നീട് വെള്ളം പാസ് ചെയ്യാൻ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് അല്ലേ. അപ്പൊ ഫിൽട്രേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഫിൽട്രേഷനിൽ 2 ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, അതാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ, അതുപോലെ സ്ലോ സാൻഡ് ഫിൽറ്റർ. ഈ 2 ഫിൽറ്റേഴ്സിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അവരുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ വർക്കിംഗ് അല്ലേ. അപ്പൊ ഈ 2 ഫിൽറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു. അവരെ തമ്മിലുള്ള ഒരു കമ്പാരിസണും നമ്മൾ കണ്ടു അല്ലേ. Comparison between slow sand filter and rapid sand filter. പിന്നെ വേറൊരു തരത്തിലുള്ള ഫിൽറ്റർ കൂടെ കണ്ടിരുന്നു, പ്രഷർ ഫിൽറ്റർ അല്ലേ. വ്യത്യാസം എന്താണ്? അവിടുത്തെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വളരെ കൂടുതലാണ്, 3000 to 6000 ലിറ്റേഴ്സ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മള് പ്രഷർ ഫിൽറ്ററിനെ കുറിച്ചും നോക്കിയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് കഴിഞ്ഞു. ഇനി ഈ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ള വെള്ളം, സൂപ്പർനേറ്റന്റ് ലിക്വിഡ്, അതായത് മുകളിൽ നിൽക്കുന്ന ആ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, പക്ഷെ ഫുള്ളി ക്ലിയർ അല്ല, അതിൽ വീണ്ടും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് കൂടെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു വെള്ളം ഇനി പോവാൻ പോകുന്ന അടുത്ത യൂണിറ്റ് ആണ് ഡിസിൻഫെക്ഷൻ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഇന്ന് ഡിസിൻഫെക്ഷൻ യൂണിറ്റിനെ കുറിച്ച് നോക്കാം. പല ടൈപ്സ് ഓഫ് ഡിസിൻഫെക്റ്റൻസ് എന്തൊക്കെയാണ്, നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് ഏതാണ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുമല്ലോ, ക്ലോറിൻ അല്ലേ. ക്ലോറിനേഷൻ, അതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഡിസിൻഫെക്ഷൻ മെത്തേഡ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഡിസിൻഫെക്ഷൻ നോക്കാം. എന്താണ് ഡിസിൻഫെക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കില്ലിംഗ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ഇൻ വാട്ടർ സോ ആസ് ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ ഹ്യൂമൻ കൺസംഷൻ. അപ്പൊ നമ്മുടെ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ്, അതായത് അസുഖം പരത്തുന്ന ഓർഗാനിസംസിനെ കൊല്ലുക, അതാണ് നമ്മൾ ഡിസിൻഫെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാത്തജനിക് ബാക്ടീരിയാസിനെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മള് ഹ്യൂമൻ കൺസംഷന് വെള്ളം പോർട്ടബിൾ ആക്കുകയാണ് അല്ലേ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട് വേറൊരു വാക്കുണ്ട്, സ്റ്റെറിലൈസേഷൻ. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്?
ഇറ്റ് മീൻസ് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. അപ്പൊ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് പാത്തജനിക് ബാക്ടീരിയാസിനെ കൊല്ലുന്ന പ്രോസസ്സാണ്. നേരെ മറിച്ച് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ആ വെള്ളത്തിൽ എന്തൊക്കെ ഓർഗാനിസംസ് ഉണ്ടോ അതിനെല്ലാം കൊല്ലുന്നതാണ് സ്റ്റെറിലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സും സ്റ്റെറിലൈസ്ഡ് ആണ്. അതായത് ഒരു ഓർഗാനിസം പോലും ഇല്ലാതെ അത്രയും സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അവിടെ സ്റ്റെറിലൈസേഷൻ ആണ് വേണ്ടത്. നേരെ മറിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ട വെള്ളത്തില് ചില ഓർഗാനിസംസ് ഒന്നും കുഴപ്പമില്ല. അപ്പൊ അവിടെ വേണ്ട പ്രക്രിയ എന്ന് പറയുന്നത് ഡിസിൻഫെക്ഷൻ ആണ്. ഓക്കെ, so it is sufficient if pathogens are reduced to such low levels as to cause no diseases. അപ്പൊ നമുക്ക് അസുഖമൊന്നും വരാത്ത രീതിയിൽ വേണം നമുക്ക് കിട്ടുന്ന വെള്ളം. ഓക്കെ, ഇപ്പൊ നെസസിറ്റി ഓഫ് ഡിസിൻഫെക്ഷൻ, എന്തിനാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്? ഇപ്പൊ നമുക്കറിയാം, as sedimentation, coagulation and filtration cannot remove all the bacteria. അല്ലേ? നമ്മുടെ മുന്നത്തെ പ്രോസസ്സുകളായ സെഡിമെന്റേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള കൊയാഗുലേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ഫിൽട്രേഷൻ, ഇതെല്ലാം കഴിഞ്ഞാലും കുറച്ച് ബാക്ടീരിയാസ് വെള്ളത്തിൽ തന്നെ കിടക്കും. A few of them escape the filter units and pose threat to the health of the public. അപ്പൊ ഇത് ഫിൽട്ടർ യൂണിറ്റിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് കുറച്ച് ബാക്ടീരിയാസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഓൾസോ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ വെള്ളത്തിന് മലിനീകരണം സംഭവിക്കാം, കണ്ടാമിനേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പാത്തജനിക് ഓർഗാനിസംസിനെയൊക്കെ എന്ത് ചെയ്യണം? കൊല്ലണം. And to leave some residual effect in water to counteract further contamination. അതായത് നമ്മൾ അപ്പോൾ ഉള്ള ഓർഗാനിസംസിനെ മാത്രം കൊന്നാൽ പോരാ, ഭാവിയിൽ ഉണ്ടാവാവുന്ന ഓർഗാനിസംസ് അവരെ കൊല്ലാനും നമുക്ക് ആ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ആ വെള്ളത്തിൽ കുറച്ച് എമൗണ്ടിൽ അടങ്ങിയിരിക്കണം. ഓക്കെ, കാരണം നമ്മളിപ്പോ നമ്മുടെ ട്രീറ്റ്മെന്റ് യൂണിറ്റിൽ നിന്ന് ട്രീറ്റ് ചെയ്തു, വെള്ളം നല്ലോണം ട്രീറ്റ് ചെയ്തു, ബാക്ടീരിയാസ് ഒന്നും ഇല്ല. പിന്നെ എന്ത് പറ്റും? നമ്മുടെ ആ വെള്ളം നമ്മൾ പൈപ്പിലൂടെ വിടും, അല്ലേ? നമ്മുടെ ടൗണിലേക്ക് ആ പൈപ്പിലൂടെ വെള്ളം വിടും. അപ്പൊ ഈ പൈപ്പിനകത്ത് ഒരു പക്ഷേ ബാക്ടീരിയാസ് ഉണ്ടായിരിക്കാം, പാത്തജനിക് ബാക്ടീരിയാസും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ബാക്ടീരിയാസ്, അപ്പൊ നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത വെള്ളത്തില് ഒരു വീട്ടില് വെള്ളം എത്തുന്നതിന് മുന്നേ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആവുകയാണ്, അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിന്റെ കുറച്ച് അംശം ആ വെള്ളത്തിൽ തന്നെ നമ്മൾ വെക്കും. ഓക്കെ, അപ്പൊ അത് ആ ഭാവിയിൽ വരുന്ന ഓർഗാനിസംസിനെ കൊല്ലാൻ വേണ്ടിയാണ്. The chemicals used for disinfection of water are called disinfectants. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആ കെമിക്കലിനെയാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ആ ഡിസിൻഫെക്ഷന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് are called as disinfectants. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഒരു നല്ല ഡിസിൻഫെക്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. It should be able to kill all pathogens in water. എല്ലാ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസിനെയും കൊല്ലാൻ പറ്റുന്ന ഡിസിൻഫെക്റ്റന്റ് ആയിരിക്കണം. പിന്നെ അതുപോലെ ഇറ്റ് ഷുഡ് ബി ചീപ്പ്, അല്ലെ? വില കുറവായിരിക്കണം. അതുപോലെ ഈസിലി അവൈലബിൾ ആയിരിക്കണം, പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന കെമിക്കൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിലയബിൾ.
അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കെമിക്കൽ ആയിരിക്കണം. വേറെ അതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. It should not render water toxic or harmful to the consumers. കൺസ്യൂമേഴ്സിന് അത് ചെറിയ എമൗണ്ടിൽ കുടിക്കുന്നത് കൊണ്ട് അവരുടെ ബോഡിക്ക് കേടൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ it should not impart objectionable taste and odor within the limits of required dosage. അപ്പം നമുക്ക് അതൊരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. നമുക്കറിയാം എല്ലാ കെമിക്കൽസിനും വെള്ളത്തിൽ ഡ്രിങ്കിങ് വാട്ടറിൽ പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച കെമിക്കൽ ടെസ്റ്റുകളിലൊക്കെ ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, ഓക്സിജൻ, പിന്നെ നൈട്രേറ്റ്സ്, ഹാർഡ്നെസ്, ടോട്ടൽ സോളിഡ്സ്, അപ്പൊ എല്ലാ കെമിക്കൽസും ഈവൻ നമ്മുടെ ടേസ്റ്റ്, ഓർഡർ നമ്മൾ പറഞ്ഞു അല്ലെ, ത്രെഷോൾഡ് ഓർഡർ നമ്പർ, അപ്പൊ എല്ലാം ഒരു പെർമിസിബിൾ ലിമിറ്റ് വരെ പാടുള്ളൂ വെള്ളത്തിൽ. അതിൽ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അപ്പോ ആ ഒരു എടുക്കുന്ന ഡിസിൻഫെക്റ്റന്റ് കൂടിയാൽ ആ വെള്ളത്തിന് ഒരു ചൊയ വരും, അതുപോലെ ഒരു സ്മെല്ല് വരും. അപ്പൊ അതൊക്കെ ഒരു നിശ്ചിത ഡോസേജിലേ ഉണ്ടാവാൻ പാടും. പിന്നെ അതുപോലെ it should kill bacteria quickly within the time available for disinfection at normal temperature. അപ്പൊ നമ്മുടെ ഡിസിൻഫെക്റ്റന്റ് പെട്ടെന്ന് തന്നെ ബാക്ടീരിയാസിനെ കൊല്ലണം, അത് സമയം എടുക്കാൻ പാടില്ല അല്ലേ. പിന്നെ അതുപോലെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ കൊല്ലണം. അതായത് നമുക്ക് വീണ്ടും ഒരു വെള്ളം ചൂടാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. It should be easy to transport, store and handle and should be safe to the operator if carefully managed. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കണം, സ്റ്റോറേജ് എളുപ്പമായിരിക്കണം. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റണം. പിന്നെ അതുപോലെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമായിരിക്കണം. പിന്നെ സേഫ് ആയിരിക്കണം, അത്ര ടോക്സിക് കെമിക്കൽസ് ഒന്നും ആവരുത്. പിന്നെ it should not require high skill and costly equipment for the application. ഒരുപാട് സ്കില്ല്, അതായത് എക്സ്പീരിയൻസ്ഡ് ലേബറേഴ്സിന്റെ ആവശ്യമില്ലാത്ത ഡിസിൻഫെക്റ്റന്റ് ആയിരിക്കണം. കാരണം എപ്പോഴും നമുക്ക് അങ്ങനത്തെവരെ കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലെ. വെള്ളം എന്ന് പറയുന്നത് ഒരു നിത്യോപയോഗ സാധനമാണ്. അപ്പൊ എന്നും നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബറെ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുടിക്കാൻ വെള്ളം വേണം അല്ലെ. അപ്പൊ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിരിക്കണം. അതുപോലെ അത് അപ്ലൈ ചെയ്യാൻ വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒന്നും പാടില്ല. It should be easy to determine its strength or concentration in treated water. അപ്പൊ ട്രീറ്റ് ചെയ്ത വെള്ളത്തിൽ അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കണം. എത്ര അളവിലുണ്ട് എന്നുള്ളതൊക്കെ ടെസ്റ്റിലൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കണം. It should have some residual effect for sufficiently long time so as to encounter the possible contamination during conveyance and distribution. എന്താ പറയുന്നത്? റെസിഡ്വൽ എഫക്റ്റ് ഉണ്ടായിരിക്കണം. റെസിഡ്വൽ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാവിയിലും പൈപ്പ് ലൈനുകളിലൊക്കെ വരുന്ന പാത്തജൻസിനൊക്കെ കൊല്ലാൻ സാധിക്കുന്ന കെമിക്കൽ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ലോറിൻ എടുക്കുകയാണ്. ക്ലോറിൻ എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റന്റിന് നല്ല റെസിഡ്വൽ പവർ ഉണ്ട്. അതായത് ഒരു കുറച്ച് എമൗണ്ട് അത് വെള്ളത്തിൽ പിന്നീട് ഉണ്ടായാൽ അതിന് പിന്നെ വരുന്ന ബാക്ടീരിയാസിനെയൊക്കെ കൊല്ലാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ ചെയ്യുന്ന ഒരു വാട്ടർ ഡിസിൻഫെക്ഷൻ പ്രോസസ്സാണ് ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓസോൺ ഇല്ലേ, ആ ഓസോൺ വെച്ച് നമ്മൾ പാത്തജൻസിനെ കൊല്ലാം. UV ലൈറ്റ് ഒക്കെ കൊടുത്ത് ഓസോൺ വെച്ച് നമ്മൾ കൊല്ലാണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഓസോണൈസേഷന് റെസിഡ്വൽ എഫക്റ്റ് തീരെയില്ല.
അതായത് അപ്പോ ആ ഒരു ലൈറ്റിന്റെ ഉള്ളിലൂടെ പോകുന്ന വെള്ളം ട്രീറ്റഡ് ആവും. പക്ഷേങ്കിൽ ഭാവിയിൽ പിന്നെ ഒരു നമ്മൾ പൈപ്പിലൂടെ ഒഴുക്കി വിടുമ്പോൾ ഏതെങ്കിലും ബാക്ടീരിയാസ് ആ വെള്ളത്തിൽ കയറിയാൽ അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആ ഓസോണൈസേഷനൊന്നും റെസിഡ്യുവൽ പവർ ഇല്ല. നേരെ മറിച്ച് നമ്മുടെ ക്ലോറിൻ ആണെങ്കിൽ ഹൈ റെസിഡ്യുവൽ പവർ ഉണ്ട്. അതുപോലെ ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ്, പിന്നെ അത്ര ഹാംഫുൾ അല്ല, അല്ലേ? ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്, സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഒരു നല്ല ഡിസിൻഫെക്റ്റന്റിന് വേണ്ട പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ വെള്ളം ഡിസിൻഫെക്ഷൻ ചെയ്യാം, മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ കൊല്ലാം, അല്ലേ? അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാം? ഒന്ന് ബോയിലിംഗ്, വെള്ളം ചൂടാക്കുക. അത് നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയാണ്, അല്ലേ? വീട്ടിലൊക്കെ വെള്ളം ചൂടാക്കി ഉപയോഗിക്കാം. പിന്നെ ഒന്ന് ക്ലോറിനേഷൻ, അതൊരു ലാർജ് സ്കെയിൽ പ്രോസസ് ആണ്. നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൊക്കെ ചെയ്യുന്ന കാര്യമാണ് ക്ലോറിനേഷൻ. യൂസ് ഓഫ് ക്ലോറമീൻസ്, ക്ലോറമീൻ എന്ന് പറയുന്നത് ഈ ക്ലോറിനും അമോണിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ക്ലോറമീൻസ് ഉപയോഗിച്ചും നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാം. പിന്നെ ഓസോണൈസേഷൻ, ഞാനിപ്പോ പറഞ്ഞ ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ മോളിക്യൂൾസുമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ട്രീറ്റ്മെന്റ് വിത്ത് അൾട്രാവയലറ്റ് റേസ്, UV റേസ് പാസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ എക്സസ് ലൈം ഉപയോഗിച്ചുകൊണ്ട്, ലൈം വെള്ളത്തിൽ ഇട്ട് അതിന്റെ pH ഒക്കെ മാറ്റി നമുക്ക് ഓർഗാനിസംസിനെ കൊല്ലാം. ട്രീറ്റ്മെന്റ് വിത്ത് അയോഡിൻ ആൻഡ് ബ്രോമിൻ, ഇതെല്ലാം ഡിസിൻഫെക്റ്റൻസ് ആണ്. അയോഡിൻ, ബ്രോമിൻ, ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഒരേ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് കോമ്പൗണ്ട്സ് ആണ്, അല്ലെ? കുറച്ച് എലമെന്റ്സ് ആണ് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അല്ലെ? നിങ്ങൾക്ക് അറിയാലോ, പണ്ട് പീരിയോഡിക് ടേബിൾ പഠിച്ച സമയത്ത്. ഇവർക്കൊക്കെ ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ട്രീറ്റ്മെന്റ് വിത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, നമ്മള് ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കിണറ്റില് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ട് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പൊ അതും ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ്. പിന്നെ ഒന്ന് ഇലക്ട്രോ കെറ്റാഡിൻ പ്രോസസ്, അതായത് സിൽവർ എലമെന്റ്സ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അതിന് നമ്മുടെ ചാർജസിന്റെ മൂവ്മെന്റ് ആണ് ഇലക്ട്രോ കെറ്റാഡിൻ പ്രോസസ്സിൽ വരുന്നത്. പിന്നെ സിൽവർ ഒക്കെ ആയതുകൊണ്ട് അത് കോസ്റ്റ്ലി പ്രോസസ് ആണ്, അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാറില്ല, സാധാരണ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ മെത്തേഡ്സിൽ ഏറ്റവും കൺവീനിയന്റ് ആയി എല്ലാ ക്വാളിറ്റീസും, ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ എല്ലാ ക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, ക്ലോറിനേഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത് ക്ലോറിനേഷൻ തന്നെയാണ്. നമുക്കിപ്പോ അതേ പഠിക്കാനുള്ളൂ. ഓക്കെ, പക്ഷേങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അങ്ങനെയാകുമ്പോൾ ആ മെത്തേഡ്സ് ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കണം. പക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലോറിനേഷനെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ക്ലോറിനേഷൻ നോക്കാം. Application of chlorine gas or its compounds like bleaching powder, liquid chlorine or disinfecting water for disinfecting water. എന്താണ് ക്ലോറിനേഷൻ? ക്ലോറിൻ ഗ്യാസ് അല്ലെങ്കിൽ ക്ലോറിന്റെ കോമ്പൗണ്ടുകൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. ക്ലോറിന്റെ കോമ്പൗണ്ട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. Chlorine reacts with water to produce hypochlorous acid and hypochlorite ions, which are together known as freely available chlorine. അപ്പൊ ക്ലോറിൻ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുക? ക്ലോറിൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. ക്ലോറിൻ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോൾ അതൊരു കെമിക്കൽ ആണ്, അല്ലേ?
അപ്പോൾ എന്തായാലും വെള്ളവുമായിട്ട് റിയാക്ഷൻ വരും. അങ്ങനെ റിയാക്ട് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഹൈപ്പോക്ലോറസ് ആസിഡും ഹൈപ്പോക്ലോറൈറ്റ് അയോണും. അതായത് ആദ്യം ഹൈപ്പോക്ലോറസ് ആസിഡും HCl ഫോം ചെയ്യും. പിന്നെ ആ ഹൈപ്പോക്ലോറസ് ആസിഡ് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OCl- മാറും. അതായത് ഹൈപ്പോക്ലോറൈറ്റ് അയോണും ഹൈപ്പോക്ലോറസ് ആസിഡും ഇത് രണ്ടുമാണ് ഫോം ചെയ്യുന്നത്. ഈ രണ്ടിനെയും വിളിക്കുന്ന പേരാണ് ഫ്രീലി അവൈലബിൾ ക്ലോറിൻ. വെള്ളത്തിൽ അപ്പൊ ഈ രണ്ട് ഫോമിലായിരിക്കും നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണപ്പെടുന്നത്. ഈ രണ്ട് ഫോംസ് ആണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസിനെ കൊല്ലുന്നത്. ഓക്കെ, അതിൽ തന്നെ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഹൈലി പവർഫുൾ. ഏകദേശം ഒരു 5 to 6 times പവർഫുൾ ദാൻ OCl- ആണ് HOCl. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിൻഫെക്ഷൻ? നമ്മുടെ ഒരു ഡിസിൻഫെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് കോണ്ടാക്ട് ടൈം, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് എത്ര നേരം വെള്ളവുമായി കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ നമ്മൾ ആ ഒരു അവസരം കൊടുക്കുന്നുണ്ട്, ആ ഒരു സമയം, കോണ്ടാക്ട് ടൈം. പിന്നെ അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന വെള്ളത്തിന്റെ pH എത്രയാണ്? അസിഡിക് pH ആണോ, ബേസിക് pH ആണോ, അതോ ന്യൂട്രൽ pH ആണോ? അപ്പൊ അതിന്റെ pH വാല്യൂ എത്രയാണ്? പിന്നെ ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, ചൂടാണോ തണുപ്പാണോ എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡോസേജ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്, എത്ര ഡോസേജിൽ നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ചേർക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു അളവില്ലാതെ ക്ലോറിൻ കുറച്ചെടുത്ത് അങ്ങ് വെള്ളത്തിൽ കലക്കാൻ പറ്റില്ല. ഇപ്പൊ ഇത്ര ക്വാണ്ടിറ്റി വെള്ളത്തിന് ഇത്ര ഡോസേജ് ക്ലോറിനെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബോഡിക്ക് കേടാണ്. പിന്നെ അതുപോലെ that will have an objectionable taste and odor. അല്ലേ, ഒരു സ്മെൽ ഉണ്ടാവും. നമ്മളൊക്കെ ചില ഹോട്ടലിലൊക്കെ പോയി വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തോന്നാം, ചിലരുടെ വീട്ടിലും അതെ, കിട്ടുന്ന വെള്ളത്തിൽ ക്ലോറിന്റെ ഒരു ചോയ വരും അല്ലേ. അപ്പൊ ആ ഡോസേജിന് ഡിപ്പെൻഡന്റ് ആണ്. വേണ്ട അളവിൽ മാത്രമേ നമ്മൾ ചേർക്കാവൂ. പിന്നെ അതുപോലെ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്. നമ്മൾ ആ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ടെസ്റ്റ്, ബിഫോർ ട്രീറ്റ്മെന്റ് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് തരം ഓർഗാനിസംസ് ആണ് ഉള്ളത്, അത് എത്ര അളവിലാണുള്ളത് എന്നനുസരിച്ചാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ഡോസേജ് ഓഫ് ഡിസിൻഫെക്റ്റന്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇൻഫ്ലുവൻസിങ് ദ ഡിസിൻഫെക്ഷൻ പ്രോസസ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ക്ലോറിൻ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ലോറിൻ വെള്ളത്തിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഫോംസ്. ഫ്രീ ക്ലോറിൻ, ഒന്നെങ്കിൽ ഫ്രീ ക്ലോറിൻ ഫോമിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ രൂപത്തിൽ ആഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് ലിക്വിഡ് ക്ലോറിൻ ആയിട്ട് ആഡ് ചെയ്യാം, ലിക്വിഡ് ഫോമിൽ. അതും അല്ലെങ്കിൽ ക്ലോറമീൻസ്, നേരത്തെ പറഞ്ഞ പോലെ ക്ലോറിനും അമോണിയയും കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഫോമാണ് ക്ലോറമീൻസ്. അപ്പൊ ആ ക്ലോറമീൻസ് ആയിട്ടും ആഡ് ചെയ്യാം. അങ്ങനെ 4 രീതിയിൽ നമുക്ക് ക്ലോറിൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫ്രീ ക്ലോറിൻ ആണെങ്കിൽ it is stored in steel cylinders in liquid form under pressure of about 10.5 kilogram per centimeter square. അപ്പൊ ഈ ഫ്രീ ക്ലോറിൻ എന്ന് പറയുമ്പോൾ വലിയ സ്റ്റീൽ സിലിണ്ടർ ഉണ്ട്. സ്റ്റീൽ സിലിണ്ടറിൽ ലിക്വിഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രഷർ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ ക്ലോറിൻ പമ്പ് ചെയ്യും, വെള്ളത്തിലേക്ക് കൊടുക്കും.
Chlorine in this form is applied to large treatment unit by means of chlorination plant called chlorinator. അപ്പോൾ നമുക്ക് chlorinator എന്ന് പറയുന്ന ആ വലിയ പ്ലാന്റ് ഉപയോഗിച്ച് നമുക്ക് ക്ലോറിൻ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ആ എക്വിപ്മെന്റിനെയാണ് ക്ലോറിനേറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബ്ലീച്ചിങ് പൗഡർ ഫോമിൽ. അപ്പൊ ബ്ലീച്ചിങ് പൗഡർ ഫോമിലും ക്ലോറിൻ ആഡ് ചെയ്യും വെള്ളത്തിലേക്ക്. അപ്പൊ ക്ലോറിൻ is adsorbed onto lime to get bleaching powder. നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവുന്നത്? ക്ലോറിനും ലൈമും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ആയ ബ്ലീച്ചിങ് പൗഡർ ഫോം ചെയ്യുന്നത്. അതായത് ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 അല്ലേ? ലൈമിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CaOH2, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. പണ്ട് നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും ആഡ് ചെയ്യുമ്പോഴാണ് CaOCl2 എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത്. So ഈ ബ്ലീച്ചിങ് പൗഡർ it is suitable for treating small quantities of water and also for disinfecting well. നമ്മൾ പൊതുവേ വീട്ടിലെ കിണറൊക്കെ ഡിസിൻഫെക്ട് ചെയ്യാനൊക്കെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആണ് ഇട്ട് കൊടുക്കാറ്. അതുപോലെ ചെറിയ വാട്ടർ ക്വാണ്ടിറ്റി ഉള്ളൂ എങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. It contains 30 to 33% of available chlorine. അപ്പൊ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൽ വെറും 30 to 33% മാത്രമേ ഈ ക്ലോറിന്റെ അളവുള്ളൂ. ഓക്കെ. പിന്നെ അതും നമ്മൾ ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഈ ക്ലോറിൻ എന്തായി പോവും? ഗ്യാസ് ആയി പോവും. അപ്പൊ അളവ് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് അധികകാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. The concentration of chlorine decreases with time. അപ്പൊ നമ്മുടെ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. ഓക്കെ. അതായത് 30 to 33% ആ ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ ഉള്ളൂ. അത് തന്നെ നമ്മൾ കുറെ കാലം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അളവ് കുറഞ്ഞു വരും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഉള്ള ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ ലിക്വിഡ് ക്ലോറിന്റെ വേറെ പേരാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, NaOCl, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. Can also be advantageously used for disinfection. നമുക്ക് ലിക്വിഡ് ക്ലോറിൻ ആ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ ഫ്രീ ക്ലോറിൻ പറഞ്ഞ ആ ഒരു സ്ഥാനത്ത് തന്നെ നമുക്ക് ലിക്വിഡ് ക്ലോറിനും ഉപയോഗിക്കാം, ലിക്വിഡ് ഫോമിൽ തന്നെ ഉപയോഗിക്കാം. പിന്നെ അടുത്തത് ക്ലോറമീൻസ് ആണ്. They are compounds of chlorine and ammonia. അപ്പോൾ ക്ലോറിനും അമോണിയയും മിക്സ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ടിനെയാണ് ക്ലോറമീൻ എന്ന് പറയുന്നത്. Chloramines have long residual value and thus can effectively counteract pollution in distribution system. അപ്പോൾ ഈ ക്ലോറമീൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നല്ല റെസിഡ്യുവൽ പവർ ഉണ്ട്. അതായത് ഭാവിയിൽ പാത്തജൻസ് വന്നാലും അവരെയൊക്കെ ഒരുപാട് കൊല്ലാൻ സാധിക്കും ഈ ക്ലോറമീൻസിന്. ഓക്കെ. അപ്പൊ അതാണ് ഈ ക്ലോറമീൻസ് ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്. It is also suitable for waters having large organic compounds. വലിയ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉള്ള വെള്ളം, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള എന്താണ് നമുക്ക് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത വലിയ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാവും. അങ്ങനത്തെ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസിൻഫെക്റ്റന്റ് ആണ് ക്ലോറമീൻ. It causes less irritation than chlorine. ഈ ക്ലോറമീൻസ് എന്ന് പറയുന്നത് ക്ലോറിന്റെ അത്ര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതായത് നമുക്ക് ആ ഒരു സ്മെല്ലിലും ടേസ്റ്റിലും ഒക്കെ ഇപ്പൊ നമുക്ക് ആ ഒരു ക്ലോറിൻ വെള്ളം ചുവയ്ക്കുന്ന ആ ഒരു ഇന്റൻസിറ്റിയിൽ ക്ലോറമീൻസ് തോന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്ലോറിൻ.
ഇനി നമ്മൾ എത്ര അളവിൽ ഈ ക്ലോറിൻ ചേർക്കണം വെള്ളത്തിൽ നോക്കാം. The actual dosage should be such that a residual chlorine of about 0.1 to 0.2 ppm is available at the point of consumption. അതായത് നമുക്ക് നമ്മുടെ വെള്ളത്തിൽ എത്ര ബാക്ടീരിയാസ് ഉണ്ട്, എത്ര പാത്തജൻസ് ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലോറിന്റെ എമൗണ്ട് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മളൊരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പാത്തജനിക് ബാക്ടീരിയാസ് ആ വെള്ളത്തിലുണ്ട്. അപ്പൊ അതിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യും. അതിനു പുറമെ ഒരു 0.1 to 0.2 milligram per liter കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു റെസിഡ്യുവൽ ആക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കുള്ള ബാക്ടീരിയാസിനെയൊക്കെ കൊന്നു പ്ലസ് ഈ ഒരു 0.1 to 0.2 ppm ഭാവിയിൽ വരാവുന്ന പാത്തജനിക് ബാക്ടീരിയാസിനെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട്. ഓക്കെ. The dosage for groundwater is about 0.1 to 0.2 ppm and that for surface water is 0.5 to 15 ppm. 15 അല്ല 0.1. അതെ 15 ppm കറക്റ്റ് ആണ്. അപ്പോൾ പറയുന്നത് എന്താണ്, ഗ്രൗണ്ട് വാട്ടർ ആണെങ്കിൽ നമ്മൾ ആ ഒരു റെസിഡ്യുവൽ ആക്ഷന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ കൂടെ 0.1 to 0.2 ppm കൂട്ടണം. നേരെ മറിച്ച് സർഫസ് വാട്ടർ സോഴ്സ് ആണെങ്കിൽ, അതായത് നമ്മുടെ ലേക്ക്, റിവർ, റിസർവോയർ ഇതെല്ലാം ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബാക്ടീരിയാസ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 0.5 to 15 ppm റെസിഡ്യുവൽ ആക്ഷൻ കിട്ടുന്ന തരത്തിൽ വേണം ക്ലോറിന്റെ ഡോസ് തീരുമാനിക്കാൻ. മേ ബി ആസ് ഹൈ ആസ് 3 ppm ഫോർ ഹയർ പൊല്യൂട്ടഡ് വാട്ടേഴ്സ്. ഇപ്പോൾ അധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിലൊക്കെ 3 ppm വരെ പോവാം. ഇത് 0.5 മുതൽ 1.5 ppm ആണ് കേട്ടോ, 15 അല്ല 1.5 ppm. ഓക്കെ. പിന്നെ ഇത് കൂടി 3 ppm വരെ പോവാം. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്ലോറിനേഷൻ. ക്ലോറിനേഷനെ നമുക്ക് പലതായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എപ്പോൾ നമ്മൾ ഈ ക്ലോറിൻ ആഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ക്ലോറിൻ പല പോയിന്റുകളിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിൽ ഓരോ യൂണിറ്റുകളാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. ആദ്യം നമ്മൾ നമ്മുടെ ഒരു സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കുന്നു, ഒരു ഇൻടേക്ക് വഴി വെള്ളം എടുക്കുന്നു, സ്ക്രീനിങ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സെഡിമെന്റേഷൻ ഫ്ലോക്കുലേഷൻ ടാങ്കിലേക്ക് പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ക്ലോറിൻ ആഡ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് വാട്ടർ, ആ വെള്ളത്തിന്റെ പ്യൂരിറ്റി അനുസരിച്ച്. ഒരുപാട് മലിനീകരിച്ച വെള്ളമാണെങ്കിൽ നമുക്ക് ഫ്ലോക്കുലേഷൻ ടാങ്കിന് മുന്നേ കുറച്ച് ക്ലോറിൻ ആഡ് ചെയ്യാം. അതല്ല, അത്ര പൊല്യൂട്ടഡ് അല്ലാത്ത വെള്ളത്തിന് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഡിസിൻഫെക്ഷൻ സ്റ്റേജിലൊക്കെ ക്ലോറിൻ ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് പല പോയിന്റ്സിലും നമുക്ക് ഈ ക്ലോറിൻ ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഫ്ലോക്കുലേഷൻ ടാങ്കിന്റെ മുൻപ്, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ടാങ്ക് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ ടാങ്കിന് മുന്നേ, അല്ലെങ്കിൽ ഫിൽട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഡിസിൻഫെക്ഷൻ യൂണിറ്റ് ആയിട്ട്. അപ്പൊ പല പോയിന്റ്സിലും നമുക്ക് ഈ ക്ലോറിൻ ആഡ് ചെയ്യാം. അപ്പൊ എവിടെയാണ് നമ്മൾ ആ ക്ലോറിൻ ചേർക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലോറിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. മെയിൻലി 4 ടൈപ്പാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ്. Pre-chlorination. Appa depending on the stage at which chlorine is applied and depending on its end result, it is classified as pre-chlorination. Pre-chlorination nu parayumbo the addition of chlorine to raw water before treatment in sedimentation tank and filter bed. അതായത് നമ്മുടെ
ഏത് യൂണിറ്റ്? സെഡിമെന്റേഷൻ ടാങ്കിന്റെ മുന്നേ, അതായത് ഈ ഫ്ലോക്കുലേഷൻ, ഇവിടെ സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ട് അല്ലെ, ഫ്ലോക്കുലേഷന്റെ അടുത്ത് സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ട്. അപ്പൊ അതിനു മുന്നേ ആണ് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ക്ലോറിനേഷൻ. പ്രീ ക്ലോറിനേഷൻ, പ്രീ മുൻപ് അല്ലെ. It is done to reduce the load on filter beds because pre-chlorination kills much of algae which will be removed in sedimentation tank. അപ്പോൾ നമ്മൾ ഈ ഒരു സെഡിമെന്റേഷൻ ടാങ്കിന്റെയോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ടാങ്കിന്റെ ഒക്കെ മുന്നേ ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്രീ ക്ലോറിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്? നമുക്ക് ഈ ഒരു ഫ്ലോക്കുലേഷൻ ടാങ്ക് അല്ലെങ്കിൽ ഈ ഒരു ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ പൊല്യൂഷന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് ആ ഒരു ഇമ്പ്യൂരിറ്റീസിന്റെ അളവ് കുറയ്ക്കാം അല്ലെ. അതിനു മുന്നേ തന്നെ നമ്മൾ കുറച്ച് ക്ലോറിൻ ആഡ് ചെയ്ത് ആൽഗേനെയൊക്കെ കൊല്ലുകയാണ്. It reduces bacterial load and makes water more safe. നമുക്ക് കുറെയൊക്കെ ബാക്ടീരിയ ലോഡിനെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്തതാണ് പോസ്റ്റ് ക്ലോറിനേഷൻ. അപ്പൊ പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ അല്ലെ, നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ടാങ്കിന്റെ മുൻപ് ക്ലോറിൻ ആഡ് ചെയ്യുന്നതാണ് പ്രീ ക്ലോറിനേഷൻ. അപ്പൊ പോസ്റ്റ് ക്ലോറിനേഷൻ എന്തായിരിക്കും? അതെ, കഴിഞ്ഞിട്ട് അല്ലെ. Addition of chlorine after filtration is called post chlorination. അതായത് നമ്മുടെ സാധാരണ നമ്മൾ പോകുന്ന പ്രോസസ്സ്, ആ ഒരു ഓർഡർ അല്ലെ, ആദ്യം സെഡിമെന്റേഷൻ, അത് കഴിഞ്ഞ് കൊയാഗുലേഷൻ, അത് കഴിഞ്ഞ് ഫിൽട്രേഷൻ, അത് കഴിഞ്ഞ് ഡിസ്ഇൻഫെക്ഷൻ. അപ്പൊ ആ സാധാരണ പോകുന്ന രീതി അത് പോസ്റ്റ് ക്ലോറിനേഷൻ ആണ്. After filtration chlorine is added which is called as post chlorination അല്ലെ. പിന്നെ ഒരു ടേം ആണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ. അതെന്താ നമുക്ക് നോക്കണം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിനേഷൻ. അതായത് നമ്മൾ ഈ ഒരു ക്ലോറിൻ ആഡ് ചെയ്താൽ, ഞാൻ പറഞ്ഞു നമ്മളൊരു ക്ലോറിൻ ആഡ് ചെയ്താൽ അതിലുള്ള പാത്തജനിക് ഓർഗാനിസംസിനെയൊക്കെ കൊല്ലും അല്ലെ. അത് കഴിഞ്ഞ് എല്ലാ പാത്തജൻസും റിമൂവ് ആയതിനു ശേഷം ബാക്കി വരുന്ന ക്ലോറിൻ എന്തിനാണ്? അതെ, ഭാവിയിൽ വരുന്ന ഓർഗാനിസംസിനെ നശിപ്പിക്കാനാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിഡ്യുവൽ പവർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു നിശ്ചിത പോയിന്റ് after which the chlorine is seen in water, ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്ലൈഡ് ക്ലോറിൻ, നമ്മൾ ക്ലോറിൻ ഡോസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. ഇവിടെ റെസിഡ്യുവൽ ക്ലോറിൻ, അപ്പൊ ആ വെള്ളത്തിൽ എത്രത്തോളം ക്ലോറിൻ ബാക്കിയായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ പറയുന്നത്, നമ്മൾ ആദ്യം ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോറിൻ, നമ്മൾ ആദ്യം ഒരു നിശ്ചിത അളവിൽ ക്ലോറിൻ ആഡ് ചെയ്തു, ആ ക്ലോറിൻ എന്ത് ചെയ്യും? ആ ഒരു വെള്ളത്തിലുള്ള ഓർഗാനിസംസിനെയൊക്കെ എന്ത് ചെയ്യും? കൊല്ലും അല്ലെ. പിന്നെ കുറച്ച് ക്ലോറിൻ പോയിട്ട് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ കുറച്ച് ക്ലോറിന്റെ എമൗണ്ട് കുറയും. അങ്ങനെ എല്ലാ റിയാക്ഷൻസും കഴിഞ്ഞാൽ പിന്നെ ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിന് ശേഷം വരുന്ന ക്ലോറിൻ എല്ലാം വെള്ളത്തിൽ അതുപോലെ തന്നെ റിമെയിൻ ചെയ്യും. ആ പോയിന്റിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റിന് ശേഷം വരുന്ന ക്ലോറിൻ എല്ലാം വെള്ളത്തിൽ അങ്ങനെ തന്നെ കിടക്കും. എന്തിനു വേണ്ടിയാണ്? പൈപ്പ് ലൈനിൽ ഭാവിയിൽ വരുന്ന ഓർഗാനിസംസിനെയൊക്കെ കൊല്ലാൻ വേണ്ടി അല്ലെ. അപ്പൊ ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കിട്ടുന്ന ക്ലോറിൻ മുഴുവൻ എന്ത് തന്നെയാണ്?
റെസിഡ്യുവൽ ക്ലോറിൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. It is the addition of chlorine beyond the break point, from which onwards any increase in dosage of chlorine will simply appear as free residual chlorine. അപ്പൊ നമ്മുടെ ആ ഒരു പോയിന്റിന് ശേഷം വരുന്ന എല്ലാ ക്ലോറിനും എന്താണ്? ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ആണ് അല്ലെ? ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ആണ്. ഓക്കെ, if water is pure, any chlorine that is mixed in water will simply appear as residual chlorine. അപ്പൊ നമുക്ക് ഇപ്പൊ വെള്ളത്തില് ബാക്ടീരിയാസ് ഒന്നും ഇല്ല, നല്ല ക്ലിയർ വെള്ളമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ നേരെ പോകും അല്ലെ? നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിനൊക്കെ അതുപോലെ തന്നെ വെള്ളത്തിൽ നിൽക്കും. അത് ആ റെസിഡ്യുവൽ പവർ അതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ? ഈ ലൈൻ പി, ഇതാണ് പി ലൈൻ. അപ്പൊ നമുക്ക് ബാക്ടീരിയാസ് ഒന്നുമില്ല, നല്ല വെള്ളമാണ് നമ്മുടെ സോഴ്സിൽ നിന്ന് കിട്ടിയത് എങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ അതുപോലെ തന്നെ വെള്ളത്തിൽ നിൽക്കും. ബട്ട് ഇൻ പ്രാക്ടീസ് എങ്കിൽ എങ്ങനെയാണ്? സാധാരണ എങ്ങനെയാണ്? വാട്ടർ കണ്ടെയ്ൻസ് ഓർഗാനിക്, ബാക്ടീരിയൽ ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് വിച്ച് ഹാവ് ക്ലോറിൻ ഡിമാൻഡ്. അപ്പൊ പൊതുവേ നമുക്ക് പക്ഷെ അങ്ങനെ കിട്ടാറില്ല, പ്യുവർ വെള്ളം കിട്ടാറില്ല. വെള്ളത്തില് ഓർഗാനിക് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും, പിന്നെ വേറെയും ഇംപ്യൂരിറ്റീസ് കാണും. അപ്പൊ ആ ഇംപ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ക്ലോറിനെ കൺസ്യൂം ചെയ്യും. അങ്ങനെ അവരൊക്കെ നശിച്ചു പോകും അല്ലെ? അപ്പൊ ആ ഒരു ഗ്രാഫാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, so when the chlorine is added to water, some of it is consumed in killing bacteria and oxidizing organic matter to form its compounds, and the remaining chlorine is available as residual chlorine. This is indicated by the line Q. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ വെള്ളത്തിൽ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്ലോറിൻ ബാക്ടീരിയാസിനെയും കൊല്ലും, പിന്നെ അതുപോലെ ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ്ഡ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്ത് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. എന്ത് കോമ്പൗണ്ടാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ക്ലോറമീൻസ് അല്ലെ? അതായത് ആ വെള്ളത്തിലുള്ള അമോണിയനോട് ക്ലോറിൻ കമ്പൈൻ ചെയ്ത് ക്ലോറമീൻസ് ഫോം ചെയ്യും. പിന്നെ ബാക്കിയുള്ള ക്ലോറിൻ ആണ് നമ്മുടെ റെസിഡ്യുവൽ ക്ലോറിൻ ആയി കാണപ്പെടുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. The residual chlorine rises up to point A and then suddenly drops to B. അപ്പൊ നമുക്ക് കാണുന്നത് എങ്ങനെയാ? ആദ്യം റെസിഡ്യുവൽ ക്ലോറിൻ കൂടും, പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ കുറയും അല്ലെ? അതെന്താ കാരണം? The fall of line R is due to the increased consumption of chlorine for oxidation of chloro-organic compounds and chloramines, indicated by bad odor and taste in water. അതായത് നമ്മുടെ ക്ലോറമീൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്ലോറിൻ നഷ്ടമാവും. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ലൈന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ക്ലോറിൻ കുറയാണ് വെള്ളത്തിൽ. കാരണം ഈ ക്ലോറമീൻസ് ഫോം ചെയ്യും, അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ക്ലോറിൻ വെള്ളത്തിൽ ഇല്ലാതാവുകയാണ്. Any further increase in chlorine dose beyond point B will appear as residual chlorine only, and this is shown by line S. അപ്പൊ അങ്ങനെ എല്ലാ ക്ലോറിനും അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് പിന്നെ അതുപോലെ എല്ലാ ബാക്ടീരിയാസും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ക്ലോറിൻ ഒക്കെ നമുക്ക് റെസിഡ്യുവൽ ക്ലോറിൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? Beyond point B, suddenly odor and taste disappear due to the destruction of odor and taste producing compounds. ഇത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അങ്ങനെ ക്ലോറിന്റെ ടേസ്റ്റ് ഒന്നും ആ വെള്ളത്തിന് ചീത്ത ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. The principal advantage of breakpoint chlorination is that it ensures free chlorine more effective than chloramines as a disinfectant. അതായത് എന്താണ് ഈ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷന്റെ ഉപയോഗം? എന്താണ്? നമ്മുടെ ഫ്രീ ക്ലോറിൻ കൂടുതൽ ഈ ക്ലോറമീൻസിനേക്കാൾ ഇഫക്റ്റീവായി നമ്മുടെ
ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ, അതായത് അത് കഴിഞ്ഞിട്ടുള്ള ക്ലോറിനെ സൂചിപ്പിക്കുന്ന പോയിന്റ് ആണ് ബ്രേക്ക് പോയിന്റ് അല്ലേ. അപ്പൊ അതാണ് പറയുന്നത് ഓൾസോ ഓർഡർ, ടേസ്റ്റ് ആൻഡ് കളർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഇറ്റ്. അതുപോലെ നമുക്ക് എന്താണ് ആ ക്ലോറിൻ ആഡ് ചെയ്യുന്നതോടെ നമ്മുടെ ഓർഗാനിക് മാറ്ററും ബാക്ടീരിയയും മാത്രമല്ല റിമൂവ് ആവുന്നത്, ആ വെള്ളത്തിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമോ കളർ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാവും. പിന്നെ നാലാമത്തെ ടൈപ്പാണ് സൂപ്പർ ക്ലോറിനേഷൻ. Adding excessive dose of chlorine to water is known as super chlorination. നമ്മൾ വെള്ളത്തില് ഒരുപാട് ക്ലോറിൻ ആഡ് ചെയ്യാം എന്നുവെച്ചാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ ക്ലോറിൻ ആഡ് ചെയ്താൽ ആ പ്രോസസ്സിനെയാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. It is done when water is heavily polluted. വെള്ളം വളരെ മലിനീകരിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഈ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നത്. And also during epidemics of waterborne diseases. അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പൊ എപ്പിഡമിക് വന്നു, അതായത് ഒരു ഡിസീസ് സ്പ്രെഡ് ആവുകയാണ്, വെള്ളം കാരണം ഉള്ള ഡിസീസ്, വാട്ടർബോൺ ഡിസീസ് സ്പ്രെഡ് ആവുകയാണെന്ന് വിചാരിക്കുക. അത് ആ ഒരു വെള്ളം അത്രയും പൊല്യൂട്ടഡ് ആയിട്ടാണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ വെള്ളത്തിൽ നമ്മൾ ഒരുപാട് ക്ലോറിൻ ഇടും, കാരണം ഓർഗാനിസംസ് എല്ലാം നശിച്ചു പോകാൻ വേണ്ടി. ആ ഒരു പ്രോസസ് ആണ് സൂപ്പർ ക്ലോറിനേഷൻ. After the contact period, water may be dechlorinated by the addition of sulfur dioxide to the required extent. അപ്പൊ നമുക്ക് ആ ഒരു കോണ്ടാക്ട് പീരീഡ്, അതായത് നമുക്ക് ഒരു ഇത്ര സമയം, ഫോർ എക്സാമ്പിൾ ഒരു മണിക്കൂർ നേരം നമ്മൾ അത് അങ്ങനെ വെക്കുകയാണ്, ആ വെള്ളത്തിൽ കുറെ ക്ലോറിൻ ആഡ് ചെയ്ത് വെക്കുകയാണ്. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിലുള്ള ബാക്ടീരിയാസ് ഒക്കെ നശിച്ചു പോകും. അപ്പൊ അതാണ് കോണ്ടാക്ട് പീരീഡ്, ആ ഒരു മണിക്കൂർ. ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അപ്പൊ ആ ഒരു മണിക്കൂർ കോണ്ടാക്ട് പീരീഡില് ബാക്ടീരിയാസ് നശിച്ചു പോകും. പിന്നെ നമുക്ക് ഈ ക്ലോറിൻ വെള്ളത്തിൽ നിന്ന് എടുത്തു കളയണം. അതിനെയാണ് ഡീക്ലോറിനേഷൻ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ക്ലോറിൻ ആഡ് ചെയ്യുന്നതാണ് ക്ലോറിനേഷൻ, അത് എടുത്തു കളയുന്നതാണ് ഡീക്ലോറിനേഷൻ. അപ്പൊ നമുക്ക് ആ ഒരു കോണ്ടാക്ട് പീരീഡ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ക്ലോറിൻ എടുത്തു കളയാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ക്ലോറിനെ വെള്ളത്തിൽ നിന്ന് എടുത്തു കളയും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ടൈപ്പിൽ നമുക്ക് ക്ലോറിൻ ആഡ് ചെയ്യാം വെള്ളത്തിൽ. 4 സ്റ്റേജസിൽ നമുക്ക് ക്ലോറിൻ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടേസ്റ്റ്, ഓർഡർ, കളർ. അപ്പൊ എങ്ങനെയാണ് ഈ വെള്ളത്തിന് ഒരു ചീത്ത ടേസ്റ്റ്, അതുപോലെ തന്നെ സ്മെല്ല്, കളർ ഇതെല്ലാം വരുന്നത് നമുക്ക് നോക്കാം. It is present in water due to decaying vegetation such as algae may give grassy, fishy and foul odors. Living algae also cause taste and odor troubles. അതായത് വെജിറ്റേഷൻ, നമ്മുടെ ചീഞ്ഞു കിടക്കുന്ന ഇപ്പൊ ഇലകളും പ്ലാന്റ്സ് ഒക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആൽഗെ ഒക്കെ ചീഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു ചീത്ത സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരും വെള്ളത്തിന്. പിന്നെ അതുപോലെ മോൾസ് ആൻഡ് ആക്ടിനോമൈസൈറ്റ്സ് may give rise to earthy and moldy odors. അതായത് ഓർഗാനിസംസ് ആണ്, ആക്ടിനോമൈസൈറ്റ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ്. അതുപോലെ അയൺ, സൾഫർ ബാക്ടീരിയ ഇതെല്ലാം produce deposits. These deposits on decomposition release offensive smell. അതായത് അയൺ ബാക്ടീരിയ, സൾഫർ ബാക്ടീരിയ ഇവരെല്ലാം വെള്ളത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചീത്ത സ്മെല്ല് കിട്ടും. പിന്നെ അതുപോലെ എക്സസീവ് സോഡിയം ക്ലോറൈഡ് gives brackish taste to water. അതായത് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഉപ്പാണ് അല്ലേ. അപ്പൊ ആ ഒരു ഉപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും വെള്ളത്തിൽ എന്തുണ്ട്? ഒരു ചീത്ത ടേസ്റ്റ് വരും. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് discharged into water produce taste and odor troubles, particularly phenol. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ്
എസ്പെഷ്യലി ഫീനോൾ. എന്താണ് ഫീനോൾ? ബെൻസീൻ റിങ്ങിന്റെ കൂടെ ഒരു OH കൂട്ടിയിട്ടുള്ള കോമ്പൗണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിൽ 10ാം ക്ലാസ്സിലൊക്കെ ഫീനോൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റിൽ നിന്ന് ഫീനോൾ ഒക്കെ വരികയാണെങ്കിൽ അപ്പൊ അതൊക്കെ നമ്മുടെ വെള്ളത്തിന് ഒരു ചീത്ത ടേസ്റ്റ് കൊടുക്കും. പിന്നെ അതുപോലെ ക്ലോറിൻ ഡോസേജ് ഇൻ എക്സസീവ് ക്വാണ്ടിറ്റീസ് മേ പ്രൊഡ്യൂസ് ഓർഡർ ആൻഡ് ടേസ്റ്റ്. അല്ലെ, ക്ലോറിനും കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിനൊരു ചീത്ത സ്മെല്ലും ടേസ്റ്റും എല്ലാം വരും. പിന്നെ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ, കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഡൈസ്, അയോൺ ആൻഡ് മാംഗനീസ് ഇമ്പാർട്ട് കളർ ടു വാട്ടർ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഡൈസില്ലേ, നമ്മുടെ തുണിയൊക്കെ കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡൈ, ആ ഡൈ വെള്ളത്തിൽ വന്നാൽ അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വന്നാൽ അതും അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ, അയൺ, മാംഗനീസ് ഇതെല്ലാം വെള്ളത്തിൽ വന്നാൽ വെള്ളത്തിന്റെ കളറൊക്കെ മാറും. അപ്പൊ ഇത് നമുക്ക് ഇനി എങ്ങനെ എടുത്തു കളയാം? ടേസ്റ്റ്, ഓർഡർ ആൻഡ് കളർ കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒന്ന് എയറേഷൻ. നമ്മൾ നല്ലോണം ഗ്യാസസ്, അതായത് ഓക്സിജൻ പോലെയുള്ള ഗ്യാസസ് നമ്മൾ വെള്ളത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അതിന്റെ ഓർഡറും ടേസ്റ്റും ഒക്കെ കുറയ്ക്കാൻ സാധിക്കും അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചതാണ്. എയറേഷൻ, അതിന്റെ മെത്തേഡ്സ് ഓഫ് എയറേഷൻ ഒക്കെ പഠിച്ചതാണ്. അപ്പൊ എയറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെള്ളത്തിലെ ടേസ്റ്റും ഓർഡറും ഒക്കെ കളയാൻ സാധിക്കും. പിന്നെ ഒരു മെത്തേഡാണ് ഓസോണൈസേഷൻ, അതായത് ഓസോൺ ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ ഈ ഓസോണൈസേഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആണെങ്കിലും കോസ്റ്റ്ലി ആണ്, വളരെ ചെലവ് കൂടിയ പ്രോസസ്സാണ്. മോർ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ദാൻ ക്ലോറിൻ. ക്ലോറിനേക്കാട്ടിലും കൂടുതൽ ഓക്സിഡൈസിങ് പവർ ഉള്ളത് ഓസോണിന് തന്നെയാണ്. ആൻഡ് ഹാസ് നോ ആഫ്റ്റർ ടേസ്റ്റ് ആൻഡ് ഓർഡർ ട്രബിൾസ്. അതായത് ഇപ്പൊ നമുക്ക് ക്ലോറിൻ ഒരിത്തിരി അളവിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ടേസ്റ്റ് മാറും അല്ലെ, വെള്ളത്തിന്റെ ഒരു ക്ലോറിന്റെ ചയ വരും. പക്ഷേങ്കിൽ ഈ ഓസോണിനാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കളറ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. പക്ഷെ എന്താ പ്രശ്നം? റെസിഡ്യുവൽ ആക്ഷൻ ഇല്ല. ഓസോണിന് ഭാവിയിൽ പാത്തജൻസ് വന്നാൽ അതിനെ കൊല്ലാനുള്ള പവർ ഇല്ല. നോ റെസിഡ്യുവൽ ഡിസിൻഫെക്റ്റിംഗ് ആക്ഷൻ ആൻഡ് എനർജി റിക്വയർമെന്റ്സ് ആർ ഹൈ. അതായത് നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി ഒക്കെ ചെലവ് വരും. അതുകൊണ്ട് നമ്മൾ ഓസോണൈസേഷൻ അങ്ങനെ ഉപയോഗിക്കാത്തത്. പിന്നെ അടുത്തത് ട്രീറ്റ്മെന്റ് വിത്ത് ആക്ടിവേറ്റഡ് കാർബൺ. Activated carbon is very finely divided carbon with large surface area for absorption. ഈ ആക്ടിവേറ്റഡ് കാർബണിന്റെ പ്രത്യേകത എന്താണ്? അത് വളരെ പൊടിയാക്കി നമ്മൾ എടുക്കുന്നതാണ്. അപ്പൊ അതിന് സർഫസ് ഏരിയ കൂടും. ഈ സർഫസ് ഏരിയ കൂടിയാൽ അബ്സോർപ്ഷൻ വളരെ നല്ലതാണ് അല്ലേ? അതിന്റെ മുകളിൽ പറ്റിപ്പിടിക്കും. ചീത്ത കളറും ടേസ്റ്റും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഈ ഒരു ആക്ടിവേറ്റഡ് കാർബൺ വലിച്ചെടുക്കും. It is most widely used material for the removal of taste, odor and color. Water can be passed through activated carbon filters for the removal of odor, taste and color troubles of public water supply. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫിൽറ്റർ പോലെ ആക്കി ആക്ടിവേറ്റഡ് കാർബൺ കുറച്ച് ഇടും, അതിന്റെ ഉള്ളിലൂടെ വെള്ളത്തിനെ പാസ് ചെയ്യിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലുള്ള ടേസ്റ്റ്, കളർ, ഓർഡർ ഇതെല്ലാം റിമൂവ് ആവും. പിന്നെ അടുത്തതാണ് ട്രീറ്റ്മെന്റ് വിത്ത് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇറ്റ് അറസ്റ്റ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് ഓൾസോ ആക്ട്സ് ആസ് എ ഡിസിൻഫെക്റ്റന്റ്. അപ്പോൾ നമ്മുടെ ആൽഗേന്റെ ഗ്രോത്ത് തടയാൻ ഉള്ള ഒരു സാധനമാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്താൽ ആൽഗെ വളരില്ല. എക്സസീവ് ഡോസ് മേ എൻഡേഞ്ചർ ഫിഷ് ലൈഫ്. പക്ഷേങ്കിൽ ഡോസേജ് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? മീനൊക്കെ ചത്തുപോകും അല്ലെ? ഓൾസോ യൂസ്ഡ് ഫോർ സ്വിമ്മിംഗ് പൂൾ വാട്ടേഴ്സ് ടു ഗിവ് പ്ലസന്റ് കളർ ടു ഇറ്റ്. നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിനൊക്കെ നല്ല നീല കളറായിരിക്കും. അപ്പൊ അതിൻ്റെയൊക്കെ കാരണം കുറച്ച് കോപ്പർ സൾഫേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെ വെള്ളം ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ്?
നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന് കാണുന്ന ആ ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റിന്റെ കളർ. ഓക്കെ, അപ്പൊ ഈ വെള്ളം ട്രീറ്റ് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂൾ വാട്ടേഴ്സ് ഒക്കെ നമുക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പൊ അതിൽ പായലും അങ്ങനത്തെ ഒന്നും വളരില്ല. ആൽഗെ എന്ന് പറയുന്നത് പായലാണ് അല്ലെ. പിന്നെ അതുപോലെ ഡീക്ലോറിനേഷൻ ചെയ്യാം. എന്താണ് ഡീക്ലോറിനേഷൻ? ക്ലോറിൻ വെള്ളത്തിലുള്ള ക്ലോറിൻ എടുത്തു കളയാം. അപ്പൊ ഓർഡർ, ടേസ്റ്റ് ഒക്കെ which is caused by chlorination can be removed by this method. അതിനെന്താണ് നമ്മൾ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു സൾഫർ ഡൈ ഓക്സൈഡ് അല്ലെ. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം, സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വെള്ളത്തിൽ നിന്ന് ക്ലോറിൻ എടുത്ത് കളയാം, ഡീക്ലോറിനേഷൻ ചെയ്യാം അല്ലെ. ഇനി അടുത്തത് ഹാർഡ്നെസ്സിനെ കുറിച്ചാണ്. എന്താണ് ഹാർഡ്നെസ്? ഹാർഡ്നെസ് നിങ്ങൾക്ക് ലാബിൽ ഉണ്ട് കേട്ടോ. അതായത് ലാബിൽ നിങ്ങൾക്ക് ഈ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. വെള്ളം എത്രത്തോളം ഹാർഡാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ എന്താണ് ഹാർഡ്നെസ് എന്ന് നമുക്ക് നോക്കാം. It is identified by excessive soap consuming characteristic to produce lather with water. അതായത് ഒരു വെള്ളം എങ്ങനെയാണ് നമ്മൾ ഹാർഡ് ആണെന്ന് പറയാം ചോദിച്ചാൽ, നമുക്ക് ആ ഒരു വെള്ളത്തിൽ സോപ്പ് പതയുന്നുണ്ടെങ്കിൽ, സോപ്പ് പതയുന്നില്ലെങ്കിൽ അത് ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള വെള്ളം സോഫ്റ്റ് വാട്ടർ ആണ്, സോപ്പ് പതയും അല്ലെ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഇന്ത്യയിൽ, കുറച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം, കിട്ടുന്ന വെള്ളം ഹാർഡ് വാട്ടർ ആയിരിക്കും. അതായത് സോപ്പ് ഒന്നും പതയില്ല. അപ്പൊ കുറെ നമുക്ക് സോപ്പ് കൺസ്യൂം ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഹാർഡ് ആവാനുള്ള കാരണക്കാരാരാണ്? കാൽഷ്യവും മെഗ്നീഷ്യവും. ഈ വെള്ളത്തിൽ കാൽഷ്യം മെഗ്നീഷ്യം അടങ്ങിയാൽ ഈ വെള്ളത്തിന് ഹാർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. വെറും കാൽഷ്യം മെഗ്നീഷ്യം അല്ല, കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം കാർബണേറ്റ്, അതും അല്ലെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, അതുപോലെ മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, ഇങ്ങനത്തെ കോമ്പൗണ്ടുകളൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ ആ വെള്ളം ഹാർഡ് വാട്ടർ ആയിരിക്കും. അതായത് സോപ്പൊക്കെ പതയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഹാർഡ് വാട്ടറിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. അപ്പൊ എന്താവാം ഈ ടെമ്പററി ഹാർഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഹാർഡ്നെസ് കളയാം. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ അത് പോവില്ല, അതുപോലെ തന്നെ വെള്ളത്തിൽ നിൽക്കും അല്ലെ. അപ്പൊ ഈ ടെമ്പററി ഹാർഡ്നെസ് is caused due to the carbonates and bicarbonates of calcium and magnesium. അതായത് ഈ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, ഇവര് 4 പേരുമാണ് എന്ത് കോസ് ചെയ്യുന്നത്? ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. അവരെ വേണമെങ്കിൽ നമുക്ക് എടുത്തു കളയാൻ സാധിക്കും വെള്ളത്തിൽ നിന്ന്. അതുപോലെ പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. അതായത് കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, ഇത് വെള്ളത്തിലുണ്ടെങ്കിൽ എന്താ, നമുക്കത് എടുത്തു മാറ്റാൻ സാധിക്കില്ല. അതാണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. അപ്പൊ അതാണ് ഹാർഡ്നെസ്. അപ്പൊ നമുക്ക് ഈ ഹാർഡ്നെസ് വെള്ളത്തിൽ നിന്ന് എങ്ങനെയൊക്കെ എടുത്തു കളയാമെന്ന് നോക്കാം. മെത്തേഡ്സ് ടു കൺട്രോൾ ഹാർഡ്നെസ്. ഒന്ന് ലൈം സോഡ പ്രോസസ്. എന്താണ് ലൈം സോഡ പ്രോസസ് നോക്കാം.
salts responsible for hardness are converted into insoluble form so that they can be precipitated out. അതായത് നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള സോൾട്ടുകൾ ഏതൊക്കെ സോൾട്ട്? കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് ഈ ചോപ്പ് കാണിച്ചിരിക്കുന്നത്. അവരെ നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യും? ചില ലൈം സോഡ പ്രോസസ്സിൽ ലൈം ആഡ് ചെയ്ത് നമ്മൾ ഇവരെ പ്രസിപ്പിറ്റേറ്റഡ് ആക്കും, വലുതാക്കും. ആ വലുതാക്കിയതിന് ശേഷം അവര് താഴെ അടിഞ്ഞുകൂടും. അങ്ങനെ നമുക്ക് ആ ഹാർഡ്നെസ് കോസ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിനെയൊക്കെ താഴേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പൊ ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ലൈം. അപ്പൊ നമുക്ക് ഈ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ലൈം മതി. നമ്മുടെ ഈ പെർമനന്റ് ഹാർഡ്നെസ് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. അതായത് അത് പെർമനന്റ്ലി അത് തീരെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. പക്ഷെങ്കിൽ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ വേണം പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ. നേരെ മറിച്ച് ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിൽ നമ്മൾ ഒന്ന് ബോയിൽ ചെയ്ത് കൊടുത്താൽ തന്നെ ആ കാർബണേറ്റ്സ് ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയി പോയിക്കോളും. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ വലിയ വലിയ പ്രോസസ്സുകൾ തന്നെ വേണം. അപ്പൊ നമുക്ക് ആദ്യം ടെമ്പററി ഹാർഡ്നെസ് എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്ന് നോക്കാം. ടെമ്പററി ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ലൈം ഓൺലി. നമ്മൾ വെറുതെ ലൈം മാത്രം ആഡ് ചെയ്താൽ നമ്മുടെ വെള്ളത്തിലുള്ള കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ബൈകാർബണേറ്റ് ഒക്കെ ആ ലൈമുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം കാർബണേറ്റും വാട്ടറും ഫോം ചെയ്യും. ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിയാത്ത സാധനമാണ്. അപ്പൊ അവരെ നമുക്ക് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കാം. അങ്ങനെ നമുക്ക് അത് എടുത്ത് കളയാം. പിന്നെ പെർമനന്റ് ഹാർഡ്നെസ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സോഡ ആഷ്. സോഡ ആഷ് ഉപയോഗിച്ചാണ്. ഈ സോഡ എന്ന് പറയുന്നത് Na2CO3 ആണ്. അപ്പൊ നമ്മുടെ പെർമനന്റ് ഹാർഡ്നെസിന്റെ കാരണക്കാര് കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ്, അതുപോലെ കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെയാണ് അല്ലെ. അപ്പൊ അവരെ ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഈ സോഡ ആഷ് കൊണ്ട് റിയാക്ട് ചെയ്താൽ അവര് കാൽഷ്യം കാർബണേറ്റ് ആയി മാറും. കാൽഷ്യം കാർബണേറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ സോല്യൂബിൾ അല്ല. അപ്പൊ അവര് താഴേക്ക് അടിഞ്ഞുകൂടും. അങ്ങനെ നമുക്ക് അവരെ എടുത്തു കളയാം. പിന്നെ വരുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് സോഡിയം സൾഫേറ്റ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കാൽഷ്യം കോമ്പൗണ്ടിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളത്തിലുള്ള ഹാർഡ്നെസ് കുറയും. പിന്നെ ഒരു പ്രോസസ് ആണ് ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്. അതിന്റെ വേറെ പേരാണ് സിയോലൈറ്റ് ഓർ കാറ്റയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? The process is based on the ability of certain insoluble substances to exchange cation with other substance, causing hardness in water. അതായത് നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? കാൽഷ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, ഇതെല്ലാമാണ് നമ്മുടെ വെള്ളത്തിലുള്ളത് അല്ലെ. അപ്പൊ ആ വെള്ളത്തിലെ കാൽഷ്യത്തിനെ നമ്മൾ സോഡിയമായി റീപ്ലേസ് ചെയ്യും. കാരണം സിയോലൈറ്റ് എന്ന് പറയുന്ന സാധനം, ഒരു സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം കൊണ്ടുണ്ടാക്കിയ ഒരു കോംപ്ലക്സ് സിലിക്കേറ്റ് ആണ്. സോഡിയം അലുമിനിയം ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിയോലൈറ്റ്. അപ്പൊ ആ സിയോലൈറ്റിന്റെ ഒരു ബെഡ് നമ്മൾ കൊടുക്കും. ഒരു ലെയർ, സിയോലൈറ്റിന്റെ ഒരു ലെയർ ഇടും. എന്നിട്ട് നമ്മുടെ വെള്ളം ഈ ഒരു സിയോലൈറ്റിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽഷ്യം ക്ലോറൈഡിലെ കാൽഷ്യം റീപ്ലേസ്ഡ് ആയി സോഡിയം അവിടെ കയറിയിരിക്കും. അപ്പൊ എന്താവും കോമ്പൗണ്ട്? സോഡിയം ക്ലോറൈഡ് അല്ലെ. കാൽഷ്യം ക്ലോറൈഡിന് പകരം സോഡിയം ക്ലോറൈഡ് ആവും. അപ്പൊ ഈ സോഡിയം ക്ലോറൈഡ് ആവുന്നതോടുകൂടി നമ്മുടെ വെള്ളം സോഫ്റ്റ് വാട്ടറായി നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ് ആയി മാറും. മെഗ്നീഷ്യം റീപ്ലേസ് ചെയ്ത് സോഡിയം അവിടെ കയറിയിരിക്കും.
അപ്പൊ സോഡിയം സൾഫേറ്റ് ആയി മാറും. അങ്ങനെ നമ്മുടെ വെള്ളം സോഫ്റ്റ് വാട്ടർ ആവും. ഒന്ന് വായിച്ചു നോക്കാം. Hard water is passed through a bed of zeolite sand. അപ്പോൾ zeolite sandന്റെ ബെഡിലൂടെ വെള്ളം പാസ് ചെയ്യും. During which the calcium and magnesium cations get replaced by sodium from the exchanger, and thus the water becomes soft. Zeolite softener is a very compact and efficient unit having ease of maintenance and operation. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. വെള്ളം പാസ് ചെയ്താൽ മതി. ബാക്കി റിയാക്ഷൻസ് ഒക്കെ ഇതിന്റെ അകത്ത് നടന്നോളും. When zeolite sand gets exhausted, it can be regenerated by 10% of common salt solution and put to reuse. അതായത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കും തോറും ഇതിന്റെ അകത്തുള്ള സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു വരും അല്ലേ? അതായത് ഈ സിയോലൈറ്റ് ബെഡ് എക്സോസ്റ്റഡ് ആവും, തീർന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കോമൺ സോൾട്ട് സൊല്യൂഷൻ, അതായത് NaCl സൊല്യൂഷൻ 10% കോമൺ സോൾട്ട് സൊല്യൂഷൻ വെച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇതിനകത്ത് വീണ്ടും ആ സോഡിയം ഒക്കെ തിരിച്ചു വരും. അങ്ങനെ നമുക്ക് വീണ്ടും ഈ ഒരു സിയോലൈറ്റ് ബെഡ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഒരു പ്രോസസ് ആണ് ഡീമിനറലൈസേഷൻ പ്രോസസ്. അതിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. Boiler feed water and water used for certain sensitive industrial processes should be free from all impurities. That is almost equal to distilled water. അപ്പോൾ നമുക്ക് ചില വെള്ളമൊക്കെ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ബോയിലർ ഫീഡ് ആയി കൊടുക്കുന്ന വെള്ളമൊക്കെ, അതിലൊന്നും ഒരു ഇംപ്യൂരിറ്റീസ് പോലും കാണാൻ പാടില്ല. അതായത് ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ അത്രയും പ്യുവർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ പ്യുവർ ആയിരിക്കേണ്ട വെള്ളമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീമിനറലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ആ മെത്തേഡിൽ എന്താ നടക്കുന്നത്? In this method, the minerals are removed in 2 stages. First, water is passed through cation exchange resin. അപ്പൊ അതിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ വെള്ളം ആദ്യം ഒരു കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. അതായത് നമ്മുടെ ഈ വെള്ളത്തിൽ എന്തൊക്കെയാ അടങ്ങിയിട്ടുള്ളത്? കാൽഷ്യം സൾഫേറ്റ് അല്ലേ? അപ്പൊ ഇത് ഈ കാറ്റയൺസുമായി എക്സ്ചേഞ്ച് നടക്കും. അതായത് നമ്മുടെ കാൽഷ്യം Ca2+ ഇവിടെ എക്സ്ചേഞ്ച് ആവും. In the second stage, water is passed through a bed of anion exchange resins. പിന്നീട് ഇതേ വെള്ളം നമ്മൾ ആനയോൺ എക്സ്ചേഞ്ചറിലൂടെ കൊടുക്കും. അപ്പൊ ആനയൺ എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസ് അല്ലേ? അതായത് നമ്മുടെ OH- ഒക്കെ പോലുള്ള ഹൈഡ്രോക്സിൽ അയോൺസ് ഒക്കെ പോലുള്ള ആനയൺസുമായി റീപ്ലേസ് ചെയ്യും. The anion exchange resins are formed by the condensation of amines with formaldehyde. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടതില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, മിനറൽസിനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ആദ്യം കാറ്റയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും, അതിനുശേഷം അതേ വെള്ളം പോയി ആനയോൺസിനെയും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ആ ഒരു കാൽഷ്യം സൾഫേറ്റ് എന്നുള്ള കോമ്പൗണ്ടിനെ നമ്മൾ മാറ്റാണ്. ഓക്കെ, when water is passed through these 2 stages, the mineral impurities are removed. അങ്ങനെ നമുക്ക് ആ ഒരു ഇമ്പ്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, അതുപോലെ മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ചേഴ്സിലൂടെ പാസ് ചെയ്യുന്നതോടുകൂടി റിമൂവ് ചെയ്യും. After some time of working, the cation exchange resins and anion exchange resins are exhausted. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ സിയോലൈറ്റ് ബെഡ് പറഞ്ഞതുപോലെ ഈ കാറ്റയൺസും ആനയൺസും ഒക്കെ തീർന്നു പോകും അല്ലെ? അപ്പൊ അതിനെ വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു കാറ്റയണും അതുപോലെ ആനയൺസും ഒക്കെ നമുക്ക് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ ഹാർഡ്നെസ് റിമൂവൽ മെത്തേഡ്സ്. ഇനി നമുക്ക് നാളെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തുടങ്ങാം. ഓക്കെ. പിന്നെ ഈ മോഡ്യൂളിൽ കുറച്ച് പോർഷൻ ഞാൻ അസൈൻമെന്റ് തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കുറെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഫസ്റ്റ് മോഡ്യൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ചും കൂടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പോർഷൻ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തരും. ഓക്കെ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.